ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം അല്പമായി ചിന്തിച്ചു. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വേദപുസ്തകം വളരെ സന്നിഗ്ധമായിട്ട് പറയുകയാണ്, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അത് യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ മതത്തിന്റെ അതിർവരമ്പുകളില്ല, ജാതിയുടെ അതിർവരമ്പുകളില്ല, ഭാഷയുടെ അതിർവരമ്പുകളില്ല. ആര് യേശുക്രിസ്തുവിലാണോ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ, യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യദൈവമെന്ന് അംഗീകരിക്കുന്നോ, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്റെ പാപത്തിന് പരിഹാരമാണെന്ന് അംഗീകരിക്കുന്നോ, ആ വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല. നിത്യനരകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, അഗ്നി തടാകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അവന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്നിട്ടാണ് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നതും കർത്താവിന്റെ വേല ചെയ്യുന്നതും. അവിടെ 2-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുകയാണ്, സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മനുഷ്യൻ കാലാകാലങ്ങളിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ കാലാകാലങ്ങളിൽ ജനം മനുഷ്യനെ അടിമത്തത്തിൽ വെക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ പോലും അടിമയായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. ഭരിക്കുവാനായിട്ട്, ദൈവത്തോടുകൂടി ആയിരിക്കുവാനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനാണ് തങ്ങളുടെ സ്വാർത്ഥത കാരണം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനും ബലഹീനരെ അടിമകളാക്കി വെക്കുവാനും ശ്രമിക്കുന്നത്. 1947 ഭാരതത്തിന് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും അത് പറയുവാൻ വളരെ രസമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു, സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. എന്നാൽ ഇന്നും മനുഷ്യൻ അടിമത്തത്തിലാണ്. പണമുള്ളവൻ പണമില്ലാത്തവനെ ഭരിക്കുന്നു, അധികാരമുള്ളവൻ അധികാരമില്ലാത്തവനെ ഭരിക്കുന്നു. വലിയ അസമത്വമാണ് നമ്മുടെ ദേശത്ത് നടക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമത്വം ഇന്നും ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യൻ ലോകത്തിലുള്ളിടത്തോളം ഇങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. കാരണം മനുഷ്യൻ വളരെ സ്വാർത്ഥതയുള്ളവനാണ്. എന്നാൽ ഈ ഭാഗത്ത് പറയുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം, പാപം ചെയ്തതിനു ശേഷം അവൻ ഈ പാപത്തിന്റെ പ്രമാണത്തിന്റെ അടിമയായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും ആ കാര്യം അവന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ന്യായപ്രമാണം മോശയിലൂടെ ലഭിച്ചപ്പോഴാണ് ഈ പാപത്തിന്റെ ഭയങ്കരത, അതിന്റെ പരിണതഫലമായ മരണത്തെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നത്. അങ്ങനെ മനുഷ്യൻ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. മത അധ്യക്ഷന്മാർ അവർ ഭയപ്പെടുത്തി ഒരു തരം അടിമത്തത്തിലേക്ക് അവരെ നയിച്ചു. ഇന്ന കാര്യങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഫ്രീ ആയി, ഹിന്ദി പറയും മുഫ്തുമേ, സൗജന്യമായിട്ട് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശമാണ് ഞങ്ങൾ രാപ്പകലില്ലാതെ നിങ്ങളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:32 നാം വായിക്കുമ്പോൾ, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആരെങ്കിലും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ, ഈ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിലേക്ക് കടന്നു വരിക. കഴിഞ്ഞ 35 വർഷമായി ഈ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു.
ഒരു മതത്തിന്റെയും മത നിയമത്തിന്റെയും അടിമത്തത്തിലല്ല ഞാനുള്ളത്. ദൈവവചനം എന്നെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടിയാണെന്ന് എനിക്കറിയാം. ഒരു നിയമവും എന്നെ ബന്ധിച്ചു വെച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യത്തിനായി കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കടന്നു വരിക. ക്രിസ്തു നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകും. കേൾവിക്കാരായ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇങ്ങനെ നൽകിയൊരു നല്ല സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളെ നീ സ്വതന്ത്രരാക്കിയിരിക്കുന്നല്ലോ കർത്താവെ, പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്. അതേ കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ആത്മാവിന്റെയും ജീവന്റെയും ഒരു പ്രമാണം ലഭിച്ചിരിക്കുന്നു. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇത്രത്തോളം സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.